നാട്ടിലെത്തി ആദ്യത്തെ കുറേ ദിവസങ്ങൾ വിനീതിന്റെ വീട്ടിലായിരുന്നു. ഇന്നലെ രാത്രിയിൽ എന്റെ വീട്ടിൽ നിരണത്തെത്തി. രാവിലെ അമ്മയുമായിട്ട് കടയിലൊക്കെ പോകാൻ ഇറങ്ങിയതാണ്. ഇത് നിരണത്തോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേയുള്ള കടപ്പുറ ജംഗ്ഷനിലുള്ള വനിതാ സ്റ്റോറാണ്. ഇവിടെ തന്നെ പൊടിച്ച മല്ലി, മുളക്, മഞ്ഞൾ, അതുപോലെ അത്യാവശ്യം ഗ്രോസറി ഐറ്റംസ്, നമുക്ക് വേണ്ട ഒരുമാതിരി സാധനങ്ങളെല്ലാം റീസണബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു സ്റ്റോറാണ് ഇത്. അതിന് തൊട്ടടുത്തുള്ള രാധേയങ്ങളുടെ പച്ചക്കറി കടയാണ് ഇത്. 2 സ്റ്റോറും ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് കാണുന്ന ഒരു സ്റ്റോറാണ്. അമ്മ എപ്പോഴും പോകുന്ന കടയാണ്. അപ്പോൾ അവിടെ കിട്ടാത്ത പച്ചക്കറികൾ വരുന്ന വഴിക്ക് നിരണത്തുള്ള വേറൊരു പച്ചക്കറി കടയിൽ നിന്നും കൂടി വാങ്ങിച്ച് നമ്മളിതാ വീട്ടിലെത്തി. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതെൻ്റെ ബ്രദർ ദീപക്, നമ്മൾ വീട്ടിൽ കണ്ണനെന്ന് വിളിക്കും. ഈ തുള്ളിക്കൊണ്ട് നിൽക്കുന്നത് എൻ്റെ നാത്തൂനാണ് എലിസബത്ത്, നമ്മൾ വീട്ടിൽ അച്ചു എന്ന് വിളിക്കും. ഇതെൻ്റെ അമ്മ ഉഷ. വീട്ടിലും നാട്ടിലും അമ്മയെക്കാട്ടി മൂത്തവരും ഇളയവരും എല്ലാം കോമൺ ആയിട്ട് ഉഷാമയെന്ന് വിളിക്കും. മോരുകറിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും അവിയലും ചിക്കൻ ഫ്രൈയും പനീർ ഫ്രൈയും ഒക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ വിഭവം. ഇനി കുറച്ച് ദിവസങ്ങൾ നിരണം കോട്ടയം വിശേഷങ്ങളായിരിക്കും. അങ്ങനെ ദാ വൈകുന്നേരം എത്തി. ഇപ്പൊ കണ്ടത് തെരേസ, നമ്മൾ കുഞ്ഞിന്ന് വിളിക്കും, എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ സിസ്റ്ററാണ്. ഇതാണ് പിന്നെ നമ്മുടെ മെയിൻ താരം ലൈല. ആ കിടപ്പ് കാണുമ്പോഴേ അറിയാലോ, എല്ലും കഷ്ണം ഉറക്കത്തിൽ പോലും ഒരു മനുഷ്യൻ എടുത്തോണ്ട് പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അത് കടിച്ചു പിടിച്ച് ഉറങ്ങുന്നത്. ഇവളെ എനിക്ക് 2 പറയാനുണ്ട്, സമയമുണ്ടല്ലോ. അപ്പൊ നമ്മളെല്ലാരും കൂടി വട്ടത്തിൽ കുത്തിയിരുന്ന് പോക്കർ കളിക്കാൻ പോവാണ്. പണ്ട് പവനായി കത്തിയും കടാരയും മെഷീൻ ഗണ്ണും ഒക്കെ കൊണ്ടുവന്നത് പോലത്തെ ഒരു പെട്ടി, അതിൽ കുറെ കോയിൻസ് ഒക്കെ നിരത്തി വെച്ചിട്ടുള്ളൊരു കളിയാണ്. എനിക്ക് വലിയ ധാരണയില്ലാത്തത് കൊണ്ട് ഞാൻ ദാ കൊതുകിനെ അടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും കൂട്ടത്തിൽ കൂടി കളിക്കാമെന്ന് വിചാരിച്ചിട്ട്. അച്ചുവിന്റെ മടിയിലിരിക്കുന്ന ഈ കുട്ടി കുരുന്നാണ് നമ്മുടെ ഹിമ ബേബി. അതെന്റെ അച്ഛന്റെ ചേട്ടന്റെ പേരപ്പന്റെ കൊച്ചുമോളാണ്. പേരപ്പന്റെ കൊച്ചുമോന്റെ പേര് സിച്ചു വേദ്. അവനും ഈ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അതാ പട്ടീനെ കൊഞ്ചിച്ചിരിക്കുന്നതാണ് പേരപ്പന്റെ മോള് സിനു ചേച്ചി. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇവരുടെ കളിക്കലും കളി പഠിപ്പിക്കലും ഒക്കെ കണ്ടിട്ട് ഈ രാത്രി ശിവരാത്രി ആകുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം.